അതുപോലെ തന്നെ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ തൽബീസ് ഇബ്ലീസ് എന്ന കിതാബിൽ പറയുന്നു, ഈ ജനങ്ങളെല്ലാം ഭിന്നിച്ചല്ലോ. ഈ ഭിന്നിക്കുന്നതിന് മുമ്പൊക്കെ സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ ഏതൊരു മാർഗത്തിലായിരുന്നു, ആ മാർഗത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കൂ. അബുൽ അലിയ റഹ്മത്തുള്ളാഹി തആല പറയുക. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ആർക്കും തർക്കമില്ല, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും തർക്കിക്കുന്നില്ല. സഹാബാക്കളുടെ മാർഗം പിടിക്കണം. സഹാബാക്കളുടെ മാർഗത്തിൽ നിൽക്കുന്നവരാണ് അഹ്ലുസുന്ന. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. ശരി, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു തെറ്റിദ്ധാരണ പൊതുവെ സലഫികളാണെന്ന് വാദിക്കുന്ന ആളുകൾക്കിടയിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിയും? തൗഹീദ് കിട്ടിക്കഴിഞ്ഞാൽ ഈ അവരിൽ പോയി സുജൂദ് ചെയ്യലും, അതുപോലെ തന്നെ മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കലും, ഔലിയാക്കളെ വിളിച്ച് തേടലും, അമ്പിയാക്കളോട് ഇസ്തിഗാസ നടത്തലും ഒക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുവൻ പൂർണ്ണമായി ഹിദായത്തിലായി, പൂർണ്ണമായി സിറാത്തുൽ മുസ്തഖീമിലായി, പൂർണ്ണമായി അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നത് തെറ്റാണ്. അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ ഉപേക്ഷിച്ചാൽ അവൻ ഇസ്ലാമിലായി എന്നേ ഉള്ളൂ, സുന്നത്തിലായില്ല. അങ്ങനെയൊക്കെ ഉപേക്ഷിച്ചാൽ നരകത്തിൽ കാലാകാലം കിടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ, നരകത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ടിട്ടില്ല. നരകത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടണമെങ്കിൽ എല്ലാ ബിദ്അത്തുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. കേവലം തൗഹീദ് കിട്ടിയത് കൊണ്ട് മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയൂല. കാലാകാലം, അനന്തമായ കാലം ഒരിക്കലും രക്ഷപ്പെടാത്ത രൂപത്തിൽ നരകത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. എന്നാൽ ആ കത്തിയാളുന്ന നരകം അതൊരു നിമിഷം പോലും സഹിക്കാൻ നമുക്കൊണ്ട് കഴിയൂല. അത്രയും ഭീകരമായ നരകമാണ്. ഈ ഭൂമിയിലെത്തി ഒരു 5 മിനിറ്റ് നമ്മുടെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാൽ വേണ്ട, ഒരു വിളക്കിന്റെ മുകളിൽ 5 മിനിറ്റ് നമ്മുടെ കൈവയ്ക്കാൻ കഴിയുമോ? അതിനേക്കാൾ ഭീകരമാണ് നരകത്തിലെത്തി. ആ നരകത്തിലെത്തിയിൽ ഒരു നിമിഷം പോലും നമുക്ക് സഹിക്കൂല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നാളെ ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് നരകത്തിലൊന്ന് മുക്കിയെടുക്കും. നരകത്തിൽ ഒരൊറ്റ മുക്കൽ മുക്കും. നരകത്തിൽ ഇട്ടിട്ടില്ല അവനെ, ഒരൊറ്റ മുക്കൽ നരകത്തിൽ മുക്കിയിട്ട് അവനോട് ചോദിക്കും, ദുനിയാവിൽ നീ എന്തെങ്കിലും ആഡംബരങ്ങൾ, സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എല്ലാ സുഖങ്ങളും മറന്നുപോകും, എല്ലാ ആഡംബരങ്ങളും മറന്നുപോകും ഒരൊറ്റ മുക്കൽ കൊണ്ട്. ആ നരകത്തിൽ ഒരു 5 മിനിറ്റ് അപ്പോൾ നമ്മൾ അങ്ങനെ കിടക്കും. ഇത് മുക്കിയെടുക്കാൻ ഒരു നിമിഷം മതി. ഒരു ദിവസം അങ്ങനെ കിടക്കും, ഒരു മാസം അങ്ങനെ കിടക്കും. നരകത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാൻ അതുകൊണ്ട് തന്നെ നാം അങ്ങേയറ്റം ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ നരകത്തിൽ നിന്ന് പൂർണ്ണമായി, സമ്പൂർണ്ണമായി അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ശിർക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പാടെ എടുത്ത് എറിഞ്ഞതുപോലെ വിദ്യാർത്ഥികളെയും വലിച്ചെറിയണം. വിദ്യാർത്ഥികളെയും നമ്മൾ വലിച്ചു തോട്ടിലെറിയണം. കേവലം തൗഹീദ് കൊണ്ട് മാത്രം അത് എത്രയോ വലിയ ദീനിന്റെ നെടുംതൂണാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറിച്ച് ഇപ്പുറത്തൊരു ഭീകരനുണ്ട്, അതിനെ നമ്മൾ മറന്നു പോകരുത്. ഇപ്പുറത്തൊരു കൊടും ഭീകരനുണ്ട്, അവൻ ബിദ്അത്താണ്. അതിൽ ഒരു അംശം നമ്മളിൽ വന്നുപോയാൽ നമ്മൾ സുന്നത്തിൽ നിന്ന് പുറത്തുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ഇഫ്തറഖത്തിൽ യഹൂദു ഇലാ 71 ഫിർഖ വഫ്തറഖത്തിൽ നസാറ ഇലാ 72 ഫിർഖ ഔ അലാ വസതഫ്തരിഖു ഉമ്മത്തി ഇലാ 73 ഫിർഖ. എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. കുല്ലുഹും ഫിന്നാരി എന്നാ പഠിപ്പിച്ചു. എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒരു കക്ഷി ഒഴികെ, സുന്നത്തിന്റെ കക്ഷി ഒഴികെ. അപ്പൊ നമ്മളെല്ലാം ജീവിതത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മേൽ നിർബന്ധമാണ് സുന്നത്തിൽ നിന്ന് എന്തൊക്കെ നമ്മൾ പുറത്തു കളയും. അതിൽ ശ്രദ്ധയില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വാങ്ങിയ അടിയൊക്കെ ചിലപ്പോൾ വെറുതെ ആയിപ്പോകും. തൗഹീദിന് വേണ്ടി നമ്മൾ വാങ്ങിയ അടികളുണ്ടല്ലോ, തൗഹീദിന് വേണ്ടി നാം സഹിച്ച കഷ്ടപ്പാടുകളുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ അറിയുമോ? ആരായിരുന്നു? താൻ വിശ്വസിച്ചിരുന്ന ആദർശത്തിന് വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിച്ച ആൾ തൗഹീദുള്ള ആളായിരുന്നു, ഖബറിന്റെ ആളല്ലായിരുന്നു. താൻ വിശ്വസിച്ച ആദർശത്തിന് വേണ്ടി തന്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായി ഛേദിക്കപ്പെട്ടപ്പോൾ, തന്റെ കണ്ണുകൾ ചുഴ്ന്നെടുക്കപ്പെട്ടപ്പോൾ കുലുങ്ങിയില്ല. അവൻ വിശ്വസിച്ചിരുന്ന ആദർശത്തിനാൽ രൂഢമൂലമായിരുന്ന ഹൃദയം അത് ചലിച്ചില്ല. അവൻ വിശ്വസിച്ചിരുന്ന ആദർശത്തിൽ നിന്ന് തന്റെ കഴുത്തിൽ കത്തി വന്നു നിന്നപ്പോൾ പോലും, തന്റെ അവയവങ്ങൾ ഓരോന്നായി ഛേദിക്കപ്പെട്ടപ്പോൾ പോലും അതിൽ നിന്നൊരു അടി പിന്നോട്ട് പോയില്ല. ആരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു യവനെ പിടിച്ചു നിർത്തി, യവന്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായി ഛേദിച്ച് അവസാനം നാവിലേക്ക് എത്തി. ആ നാവ് മുറിക്കാൻ പോയപ്പോൾ കരയുകയാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ആരാ? അലി റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയവൻ കരയുകയാണ്. എന്തിനാ കരയുന്നത്? ആ അവനെ ശിക്ഷിച്ചു കൊണ്ടിരുന്ന ആളുകൾ ചോദിച്ചു, സഹാബാക്കളും താബീയങ്ങളുമാണ്. അവർ ചോദിച്ചു, ഇപ്പോഴാണോ നീ ദുഃഖിക്കുന്നത്? ചെയ്തു പോയതിനെ ഓർത്ത് ഇപ്പോഴാണോ നിനക്ക് വ്യസനം വന്നത്? നീ ഓർത്ത് വിലപിക്കുന്നത് ഇപ്പോഴാണോ? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിന്റെ മറുപടി എന്തായിരുന്നു അറിയുമോ? ഞാൻ കരഞ്ഞത്, ഞാൻ വിലപിക്കുന്നത് ഞാൻ ചെയ്തു പോയ പ്രവർത്തനത്തെ ഓർത്തിട്ടല്ല, മറിച്ച് എന്റെ ഈ നാവ് പോയാൽ എന്റെ റബ്ബിനെ ഞാൻ എങ്ങനെ ദിക്ർ ചെയ്യും എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ബിദ്അത്തുകാരനാണ്. തൗഹീദ് ഉണ്ടായിരുന്നു, ഖബറിന്റെ ആളല്ലായിരുന്നു, അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച ആളല്ലായിരുന്നു. പക്ഷേ ഒരൊറ്റ ആദർശം അത് പിഴച്ചു പോയപ്പോൾ, തെറ്റിപ്പോയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ ആളുകൾ എന്ന് എണ്ണിവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിസാരമായി കാണരുത് നാം ഇവിടെ പറയുന്ന കാര്യങ്ങൾ, മറിച്ച് നാളെ പരലോകത്ത് നമ്മുടെ രക്ഷയുടെ മാർഗമാണിത്. പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ അസ്സുന്നത്തു സഫീനത്തു നൂഹ്, സുന്നത്ത്
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലാണ്. ഫമൻ റകിബഹാ നജാ, ആരാണോ അതിൽ കയറിയത് അവൻ രക്ഷപ്പെട്ടു, അല്ലാത്തവൻ ആ പ്രളയത്തിൽ നശിച്ചതുപോലെ നശിക്കും. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഓരോ സമയത്തും ദിവസങ്ങളിലും നമ്മുടെ ആദർശം പരിശോധിക്കണം. നാളെ പരലോകത്തേക്ക് നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ചത് ഓരോ ദിവസവും നിങ്ങൾ പരിശോധിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചല്ലോ. നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് നമസ്കാരം റെഡിയായിട്ടുണ്ടോ, നമ്മുടെ നോമ്പ് റെഡിയായോ, ഇതൊക്കെ റെഡിയാവണ്ടെന്നില്ല. നാളെ പരലോകത്തേക്ക് ഓരോ നഫ്സും പരിശോധിച്ചു കൊള്ളട്ടെ, നാളെ പരലോകത്തിന് വേണ്ടി അവൻ എന്താണ് സ്വരുക്കൂട്ടി വെച്ചതെന്ന്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ, ഈ ആയത്ത് ഓതുമ്പോൾ നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് റെഡിയാവണ്ടെന്നല്ല, അതിനു മുമ്പ് നമ്മുടെ ആദർശം റെഡി ആയിട്ടുണ്ടോ, നമ്മുടെ വിശ്വാസം റെഡി ആയിട്ടുണ്ടോ, ഇതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. നാളത്തേക്ക് വേണ്ടി നാം സ്വരുക്കൂട്ടി വെച്ചതിൽ ഏറ്റവും മൂല്യവത്തായത് നമ്മുടെ ആദർശമാണ്. നമ്മുടെ കർമ്മങ്ങൾക്ക് മുമ്പ് നമ്മുടെ രക്ഷ നാളെ പരലോകത്ത് നിശ്ചയിക്കുന്നത് നമ്മുടെ ആദർശമാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മുടെ ആദർശം പരിശോധിക്കണം. സുന്നത്തിൽ നമ്മൾ പുറത്തു പോയിട്ടുണ്ടോ, അതാ നമുക്ക് ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. എന്താണ് തെറ്റിദ്ധാരണ? തൗഹീദ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടിട്ടില്ല. അത് ശൈത്താൻ തൗഹീദ് കിട്ടിയ ആളുകളെ വഞ്ചിക്കാൻ എടുക്കുന്ന ഒരു കുതന്ത്രമാണ്. ആ കുതന്ത്രത്തിൽ നമ്മൾ വീണു പോകരുത്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നാം പരിശോധിക്കണം, എപ്പോഴാണ് ഒരാൾ സുന്നത്തിൽ നിന്ന് പുറത്തു പോകുന്നത്, ആരാണ് വിദഅത്തുകാരൻ, ഇത് പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണ് സലഫുകൾ ഒരാളെ വിദഅത്തുകാരനാണ് എന്ന് പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അത് പഠിക്കണം. അത് നമ്മുടെ ഇൽമിന്റെ സദസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.